ങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ആരെന്ന സസ്പെൻസ് തുടരും. 2 ദിവസത്തിനകം തീരുമാനം ഉണ്ടാകുമെന്ന് ഹൈക്കമാൻഡ്. KSRTCയിൽ ജെൻഡർ ടിക്കറ്റിംഗ് സമ്പ്രദായത്തിന് തുടക്കമായി. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതിന് മുന്നോടിയായാണ് ജെൻഡർ ടിക്കറ്റിംഗ് ഏർപ്പെടുത്തിയത്. തൃക്കൂരിൽ യുവാവിനെ ഹെൽമറ്റ് ധരിച്ചെത്തിയ ആൾ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പുഴമ്പള്ളം സ്വദേശി ബിനസ് ഡേവിസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ഇരിഞ്ഞാലക്കുട വള്ളിവട്ടം യൂണിവേഴ്സൽ കോളേജിൽ കുസാറ്റിന്റെ എൻട്രൻസ് പരീക്ഷ മുടങ്ങി. പരീക്ഷ മുടങ്ങിയത് സാങ്കേതിക തകരാർ മൂലം. പരീക്ഷ മുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ദിവസം പരീക്ഷ തീയതി നൽകുമെന്ന് അധികൃതർ. ഗുരുവായൂർ അരിയന്നൂരിൽ വീട്ടിൽ നിന്ന് 10 പവൻ കവർന്നു. മോഷണം നടന്നത് ഡോക്ടർ അബൂബക്കർ മുഹമ്മദ് റാഫിയുടെ വീട്ടിൽ. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. വാർത്തകൾ വിശദമായി. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ആരെന്ന സസ്പെൻസ് തുടരും. ഡൽഹിയിൽ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി രംഗത്തുള്ള KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുമായി ചർച്ച നടത്തി. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനുള്ള തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടു. മുഖ്യമന്ത്രി സംബന്ധിച്ചുള്ള തീരുമാനം 2 ദിവസത്തിനകം ഉണ്ടാകുമെന്ന് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ അറിയിച്ചു. നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം 3 നേതാക്കളും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അണികളുടെ തെരുവ് പ്രതിഷേധത്തിനെതിരെ രാഹുൽ ഗാന്ധി കടുത്ത വിമർശനം ഉന്നയിച്ചു. ജനങ്ങളാണ് പരമപ്രധാനമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ആർക്കും വേണ്ടി പ്രകടനങ്ങൾ നടത്തരുത് എന്ന് VD സതീശനും, നേതാക്കന്മാരെ സ്നേഹിക്കുന്നതിൽ തെറ്റില്ല, എന്നാൽ പ്രതിഷേധങ്ങൾ അതിരുവിടരുത് എന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. VD സതീശനെ പിന്തുണ പ്രഖ്യാപിച്ച് ജില്ലയിൽ നടന്ന പ്രകടനങ്ങളിൽ വെട്ടിലായി DCC നേതൃത്വം. KPCC വിലക്ക് ലംഘിച്ചവർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. എന്നാൽ തിടുക്കപ്പെട്ട നടപടി വേണ്ട എന്നാണ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 3 കോൺഗ്രസ് MLA-മാരിൽ പ്രത്യക്ഷത്തിൽ VD സതീശനൊപ്പം നിൽക്കുന്നവർ ആരുമില്ല. എങ്കിലും ജില്ലയുടെ പല ഭാഗങ്ങളിലും VD സതീശനായി ബോർഡുകൾ നിരക്കുകയും പ്രകടനങ്ങൾ നടക്കുകയും ചെയ്തു. സ്വരാജ് റൗണ്ടിൽ നടന്ന പ്രകടനത്തിൽ വൻ പ്രവർത്തക പങ്കാളിത്തമായിരുന്നു. കോൺഗ്രസിന്റെ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തതിനേക്കാൾ ആളുകൾ VDക്കായി തെരുവിലിറങ്ങി. ജില്ല പൊതുവെ KC പക്ഷത്തേക്ക് ചായുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കാൻ നേതൃത്വത്തിൽ ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റ് KC വേണുഗോപാലിനെ പിന്തുണച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരുന്നു. എന്നാൽ പോസ്റ്റിന് താഴെ VD സതീശൻ അനുകൂലികൾ കൂട്ടത്തോടെ പ്രതിഷേധവുമായി രംഗത്തെത്തി. അതിനു പിന്നാലെയാണ് VDക്കായി തെരുവിൽ കരുത്തറിയിച്ച് പ്രകടനം നടന്നത്. യാതൊരു ആസൂത്രണവുമില്ലാതെ സംഘടിപ്പിച്ച പ്രകടനത്തിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും പാർട്ടി ഭാരവാഹികളുമൊക്കെ അണിനിരന്നു. എന്നാൽ ഇതിലും വലിയ പ്രകടനങ്ങൾ സംഘടിപ്പിക്കാൻ അറിയാമെന്നാണ് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല വിഭാഗങ്ങൾ പറയുന്നത്. പാർട്ടിയിലെ ഐക്യ അന്തരീക്ഷം തകർക്കാൻ താൽപ്പര്യമില്ലാത്തതിനാൽ ആ വഴി തിരഞ്ഞെടുക്കുന്നില്ലെന്നും ഈ ഗ്രൂപ്പുകളിലെ നേതാക്കൾ പറയുന്നു. KPCC വിലക്ക് ലംഘിച്ച് പരസ്യമായി രംഗത്തിറങ്ങിയവർക്കെതിരെ നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇടുക്കി ജില്ലയിൽ ഇത്തരത്തിൽ നടപടിയെടുത്ത കാര്യവും ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ രംഗം കൂടുതൽ വഷളാക്കാതെ നോക്കണമെന്നാണ് മുതിർന്ന നേതാക്കളുടെ നിലപാട്. TCV ന്യൂസ്, തൃശൂർ. KSRTCയിൽ ജെൻഡർ ടിക്കറ്റിംഗ് സമ്പ്രദായത്തിന് തുടക്കമായി. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതിന് മുന്നോടിയായാണ് ജെൻഡർ ടിക്കറ്റിംഗ് ഏർപ്പെടുത്തിയത്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDF പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികളിലൊന്നായിരുന്നു സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര എന്നത്. UDF ചരിത്ര വിജയം നേടി അധികാരത്തിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യും മുൻപേ പ്രഖ്യാപിച്ച ഗ്യാരണ്ടികളിലൊന്ന് പ്രാവർത്തികമാക്കാൻ KSRTC നടപടി തുടങ്ങിക്കഴിഞ്ഞു. ആദ്യപടി എന്ന നിലയിൽ KSRTC ബസ്സിൽ ദിവസേന യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം കണക്കാക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ടിക്കറ്റ് മെഷീനിൽ യാത്രക്കാരുടെ ജെൻഡർ രേഖപ്പെടുത്തി തുടങ്ങിയത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് KSRTC ഡെപ്യൂട്ടി ജനറൽ മാനേജർ S നിശാന്ത് നിർദ്ദേശം നൽകിയത്. ശനിയാഴ്ച മുതൽ നിർദ്ദേശം പ്രാബല്യത്തിലുമായി.
യാത്രക്കാർ എടുക്കുന്ന ടിക്കറ്റിൽ സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ, ട്രാൻസ്ജെൻഡർ എന്നിങ്ങനെ തരംതിരിച്ച് രേഖപ്പെടുത്തുന്നതാണ് സംവിധാനം. ഇതിനായുള്ള ക്രമീകരണങ്ങൾ ETM ഉപകരണങ്ങളിൽ സജ്ജമാക്കിയിരുന്നു. നിലവിൽ നമ്മുടെ എല്ലാ മെഷീനുകളിലും അതിൻ്റെ ഫീമെയിൽ എന്നുള്ള ഓപ്ഷൻ വരുത്തിയിട്ടുണ്ട്. കൂടാതെ ട്രാൻസ്ജെൻഡർ അതുപോലെ വിദ്യാർത്ഥികളെല്ലാം അതിലുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ചേർത്തിയത് മെയിൽ അതിൻ്റെ മാത്രമാണ് ഇപ്പോൾ മെയിനായിട്ട് ചേർത്തിക്കുന്നത്. അതെല്ലാ ബസ്സുകളും നമ്മുടെ എല്ലാ മെഷീനുകളിലും അത് ഓൾറെഡി ആയി കഴിഞ്ഞു. കണ്ടക്ടർമാർ അത് അനുസരിച്ചാണ് ടിക്കറ്റ് കൊടുക്കുന്നതും കാര്യങ്ങളും ചെയ്യുന്നത്. നിലവിലെ കണക്കനുസരിച്ച് ഏകദേശം 24 ലക്ഷത്തോളം പേരാണ് ദിവസേന KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ഇതിൽ പതിവായി ടിക്കറ്റ് റിസർവേഷൻ നടത്തുന്നവരിൽ 45% സ്ത്രീകളാണ്. റിസർവേഷൻ ഇല്ലാതെ 60% സ്ത്രീകളും യാത്ര ചെയ്യുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാൻ വേണ്ടി മാത്രം 90 കോടിയോളം രൂപ KSRTCക്ക് നൽകേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത്. AC, സൂപ്പർ ക്ലാസ് സർവീസുകളിൽ ഉൾപ്പെടെയാണോ സൗജന്യ യാത്ര എന്നത് സംബന്ധിച്ച കാര്യങ്ങളിലടക്കം വ്യക്തതയും തീരുമാനവും വരേണ്ടതുണ്ട്. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച തീരുമാനം അധികാരമേറ്റ് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സ്ത്രീ യാത്രക്കാർ. ഫീമെയിൽ, മെയിൽ ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ടിക്കറ്റ് സമ്പ്രദായത്തിലേക്ക് KSRTC കടന്നിരിക്കുകയാണ്. ഇനി സൗജന്യ യാത്ര എന്നു മുതലാകുമെന്നുള്ള കാത്തിരിപ്പിലാണ് ഓരോ വനിതകളും. തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ റോയ്ക്കൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. തൃക്കൂരിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയ ആൾ ചുറ്റിക കൊണ്ട് യുവാവിന്റെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പുഴമ്പള്ളം സ്വദേശി 37 വയസ്സുള്ള ബിനസ് ഡേവിസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാത്രി തൃക്കൂർ മരത്താക്കര നെല്ലിച്ചോട് വെച്ചായിരുന്നു ആക്രമണം. ബോധം നഷ്ടപ്പെട്ട് നിലത്തു വീണ യുവാവിനെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ജിംനേഷ്യത്തിൽ നിന്ന് ഇറങ്ങിയ ബിനസിനെ പുറകിൽ നിന്നും വന്നയാൾ ചുറ്റിക കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവശേഷം പ്രതി ഓടിപ്പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട്. പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇരിഞ്ഞാലക്കുട വള്ളിവട്ടം യൂണിവേഴ്സൽ കോളേജിൽ നടന്ന ക്യുസാറ്റിന്റെ എൻട്രൻസ് പരീക്ഷ സാങ്കേതിക തകരാർ മൂലം മുടങ്ങി. സംസ്ഥാനത്താകെ 120 കേന്ദ്രങ്ങളിലായി 38,000 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. 120 വിദ്യാർത്ഥികൾ വീതം 3 ബാച്ചുകളിലായാണ് കോളേജിൽ പരീക്ഷ എഴുതേണ്ടിയിരുന്നത്. പൂർണ്ണമായും ഓൺലൈനായി നടന്ന പരീക്ഷയുടെ നടത്തിപ്പ് ചുമതല CDITനാണ്. രാവിലെ 9 മുതൽ 11 വരെ നടക്കുന്ന പരീക്ഷ പ്രശ്നങ്ങളില്ലാതെ നടന്നിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് 12:30 മുതൽ 2:30 വരെ നടക്കേണ്ട പരീക്ഷയാണ് മുടങ്ങിയത്. സെർവറിൽ സംഭവിച്ച തകരാർ മൂലമാണ് പരീക്ഷ നടത്താൻ സാധിക്കാതിരുന്നത് എന്ന് അധികൃതർ അറിയിച്ചു. തുടർന്ന് മാളയിലെ സെന്ററിൽ നിന്നും മറ്റൊരു സിസ്റ്റം എത്തിച്ച് തകരാർ പരിഹരിച്ചപ്പോഴേക്കും ഉച്ചയ്ക്ക് നടക്കേണ്ട പരീക്ഷയുടെ സമയം തീർന്നിരുന്നു. പിന്നീട് 4 മണിക്ക് ആരംഭിക്കേണ്ട അടുത്ത ബാച്ചിന്റെ പരീക്ഷ 5:30ഓടെയാണ് ആരംഭിച്ചത്. പരീക്ഷ എഴുതാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രതിഷേധിച്ചതോടെ ഇരിഞ്ഞാലക്കുട പോലീസ് സ്ഥലത്തെത്തി. പരീക്ഷ തുടങ്ങാൻ വൈകിയിട്ടും വിദ്യാർത്ഥികൾക്ക് വേണ്ട സൗകര്യങ്ങൾ സെന്ററിൽ ഒരുക്കിയില്ലെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു. പരീക്ഷ മുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ദിവസം പരീക്ഷാ തീയതി നൽകുമെന്ന് ക്യുസാറ്റ് അധികൃതർ അറിയിച്ചു. ഇടവേള. ഹായ്, ഫിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ഡീറ്റ് ആൻഡ് പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റ് ആൻഡ് പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. The wind hums a song deep and wise, a tale of love beneath endless skies. We close our eyes, the world complies. Yaleo, Yaleo, carry me through. In your arms, I'm born. French Dairy Pistachio Kunafa Bar. The Taste Factory. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും.
SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക് വീണ്ടും. ഗുരുവായൂർ അരിയന്നൂരിൽ ഡോക്ടറുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. പൊന്നരാശ്ശേരി മോട്ടോർ വർക്ക് ഷോപ്പിന് എതിർവശം താമസിക്കുന്ന പൊക്കാകേലത്ത് വീട്ടിൽ ഡോക്ടർ അബൂബക്കറിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ ഡോക്ടറായ അബൂബക്കറും കുടുംബവും താമസിക്കുന്ന വീട്ടിൽ മെയ് 8 തീയതി രാത്രിയാണ് സംഭവം നടന്നത്. ഡോക്ടറുടെ ഭാര്യ ഡോക്ടർ ബുഷറയുടെ 2 വളകൾ, 2 മാലകൾ, 3 ജോഡി കമ്മലുകൾ ഉൾപ്പെടെയുള്ള ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. ശനിയാഴ്ച പുലർച്ചെ 4 മണിയോടെ വിനോദയാത്രയ്ക്ക് പോകാൻ സ്വർണം എടുക്കാൻ നോക്കിയപ്പോഴാണ് മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. മുകൾ നിലയിലെ വാതിലും സ്വർണം സൂക്ഷിച്ചിരുന്ന അലമാരയും പൂട്ടിയിരുന്നില്ലെന്ന് വീട്ടുകാർ പറയുന്നു. വീടിനുള്ളിലെ CCTVയിൽ നിന്ന് മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അലമാരയിൽ സ്വർണത്തോടൊപ്പം ഉണ്ടായിരുന്ന മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് തുടങ്ങിയ വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളൊന്നും മോഷ്ടാവ് കൊണ്ടുപോയിട്ടില്ല. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഗുരുവായൂർ പോലീസ് പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. അകമലയിൽ ബേക്കറി കുത്തിത്തുറന്ന് മോഷണം നടത്തിയ പ്രതിയെ വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. പാലക്കാട് ആലത്തൂർ സ്വദേശി കുന്നത്തൂർ നീരാങ്കോട് വീട്ടിൽ രാജീവ് ആണ് പിടിയിലായത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് അകമലയിലെ ബേക്കറിയിൽ മോഷണം നടന്നത്. കമ്പിപ്പാര ഉപയോഗിച്ച് കടയുടെ പിൻവാതിൽ കുത്തിത്തുറന്നാണ് പ്രതി അകത്തു കയറിയത്. രാവിലെ കട തുറക്കാനെത്തിയ ഉടമയാണ് മോഷണ വിവരം വടക്കാഞ്ചേരി പോലീസിനെ അറിയിച്ചത്. തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. വടക്കാഞ്ചേരി SI നിതിൻ, CPOമാരായ സഗുൺ, പൗലോസ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ വലയിലാക്കിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ദേശീയപാതയിൽ ചാലക്കുടി പുഴയ്ക്ക് കുറുകെ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചു. 21 ദിവസത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിയന്ത്രണത്തെ തുടർന്ന് ചാലക്കുടിയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായി. പഴയ പാലത്തിലൂടെയുള്ള എല്ലാ വാഹനങ്ങളും തൃശൂർ എറണാകുളം ദിശയിലെ പാലത്തിലൂടെയാണ് കടത്തിവിടുന്നത്. ഇവിടെ ഒറ്റവരി ഗതാഗതവും ഏർപ്പെടുത്തി. 3 ആഴ്ചയ്ക്കകം 42 ബെയറിങ്ങുകളും മാറ്റി സ്ഥാപിക്കുമെന്നാണ് കരാർ കമ്പനിയായ GIPL ഉദ്യോഗസ്ഥർ പറയുന്നത്. പാലത്തിന്റെ തെക്കുഭാഗത്തു നിന്നായിരിക്കും അറ്റകുറ്റപ്പണികളുടെ തുടക്കം. പാലത്തിന്റെ തൂണുകൾക്കും സ്പാനുകൾക്കും ഇടയിൽ ക്യാപ്പിന്റെ മുകളിലായി ഘടിപ്പിച്ചിരിക്കുന്ന ബെയറിങ്ങുകളാണ് മാറ്റുന്നത്. ഇതിന് പാലത്തിന്റെ അടിയിൽ യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. പാലത്തിന്റെ മുകളിൽ ഹൈഡ്രോളിക് ജാക്കി ഉപയോഗിച്ച് ഓരോ സ്പാനുകളും 2 ഇഞ്ച് വീതം ഉയർത്തും. ഇത്തരത്തിൽ 7 തൂണുകളുടെ 42 ബെയറിങ്ങുകൾ 21 ദിവസം കൊണ്ട് മാറ്റി സ്ഥാപിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഇതിനിടയിൽ മഴയുണ്ടായാൽ അറ്റകുറ്റപ്പണികൾ നീണ്ടുപോകും. കിഴക്കുഭാഗത്തെ പാലത്തിലൂടെ 2 ദിശകളിലേക്കുള്ള വാഹനങ്ങൾ കടത്തിവിട്ടതോടെ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ദേശീയപാതയുടെ മൊബൈൽ സ്ക്വാഡ്, സേഫ്റ്റി ഗാർഡുകൾ, ഹൈവേ പോലീസ് സംഘം, ലോക്കൽ പോലീസ് തുടങ്ങിയ വിഭാഗങ്ങൾ ഗതാഗത നിയന്ത്രണത്തിന് പ്രവർത്തിക്കുന്നുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് 30 വർഷം തടവും പിഴയും ശിക്ഷ. കുഴിക്കാട്ടുകോണം സ്വദേശി വടക്കാഞ്ചേരി വീട്ടിൽ വിഷ്ണുവിനെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ സൂരജ് കെ കോടതിയിൽ ഹാജരായി. മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും വിൽപ്പന നടത്തിയ കേസിലെ പ്രതിയെ പിറ്റ് NDPS ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം ചെളിങ്ങാട് സ്വദേശി വൈപ്പിൻകാട്ടിൽ വീട്ടിൽ ഷിനാജിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. ജോലി തേടുന്നവരെ കബളിപ്പിച്ച് പണം തട്ടുന്ന സംഘം വീണ്ടും സജീവമാകുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തവരെ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടക്കുന്നത്. തൊഴിൽ രഹിതരായ വീട്ടമ്മമാരാണ് കൂടുതലായും തട്ടിപ്പിനിരകളാകുന്നത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന താൽക്കാലിക നിയമനത്തിന് തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന ഫോൺ കോളിലൂടെയായിരിക്കും തട്ടിപ്പിന്റെ തുടക്കം. പിന്നീട് നിയമന നടപടികൾക്കായി 2000 മുതൽ 5000 വരെയുള്ള തുക ആവശ്യപ്പെടും. പണമയക്കാനുള്ള QR കോഡ് വാട്സപ്പ് വഴി അയച്ചു നൽകുകയും ചെയ്യും. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഫോൺ വിളി അവസാനിപ്പിക്കും. താൽക്കാലികമായിട്ടെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പണം നൽകുന്നവർ വഞ്ചിക്കപ്പെടുകയും ചെയ്യും. പണം നൽകിയവർ തങ്ങളെ ബന്ധപ്പെട്ടിരുന്ന ഫോൺ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചാൽ ബന്ധപ്പെടാനാകുകയുമില്ല. സമീപകാലത്ത് ഇത്തരത്തിൽ നിരവധി പേരാണ് തട്ടിപ്പിനിരകളായിട്ടുള്ളത്. ചെറിയ തുക നഷ്ടപ്പെട്ടതിനാൽ പലരും നിയമ നടപടിയിലേക്ക് തിരിയാറില്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തവരുടെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ തട്ടിപ്പ് സംഘത്തിന് ലഭിക്കുന്നത് എങ്ങനെയാണെന്നതിൽ ദുരൂഹത ഉയരുന്നുണ്ട്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.
ചാലക്കുടി മേലൂർ അടിച്ചിലിയിൽ റീൽസ് എടുക്കുന്നതിനിടെ എയർഗണ്ണിൽ നിന്ന് വെടിയേറ്റ് അതിഥി തൊഴിലാളിക്ക് പരിക്കേറ്റു. തമിഴ്നാട് തെങ്കാശി സ്വദേശി പ്രതാപിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇയാളെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതാപിന്റെ സുഹൃത്തുക്കളാണ് എയർഗൺ ഉപയോഗിച്ചതെന്ന് പറയുന്നു. തെക്കൻ പോളി എന്നയാളുടെ തോട്ടം പാട്ടത്തിനെടുത്തയാളുടെ ജോലിക്കാരാണ് എയർഗൺ ഉപയോഗിച്ചത്. പോളിയുടെ ഉടമസ്ഥതയിലുള്ള കോഴിഫാമിൽ സ്ഥിരമായുള്ള നായശല്യം കുറയ്ക്കുന്നതിനു വേണ്ടിയാണ് എയർഗണ്ണുകൾ വാങ്ങിവച്ചിരിക്കുന്നത്. കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പന്നിത്തടത്ത് ലോറി മറിഞ്ഞ് അപകടം. പെരുമ്പാവൂരിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് പഴയ ഇരുമ്പ് കമ്പികൾ കയറ്റി വന്നിരുന്ന ലോറിയാണ് പന്നിത്തടം സിഗ്നലിന് സമീപം മറിഞ്ഞത്. റോഡിലെ വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട സമീപത്തെ കെട്ടിടത്തിൽ ഇടിച്ച് മറിയുകയായിരുന്നു. കെട്ടിടത്തിന്റെ മുൻഭാഗം തകർന്നു. ലോറി ഡ്രൈവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ദേശീയപാത പുതുക്കാട് കുറുമാലിയിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കണ്ടെയ്നർ ലോറി, 3 കാറുകൾ, ടെമ്പോ വാൻ എന്നിവയാണ് ഒന്നിനു പുറകെ ഒന്നായി ഇടിച്ചത്. ദേശീയപാതയിലെ ഡ്രൈനേജ് വൃത്തിയാക്കുന്ന തൊഴിലാളികൾ പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങിയതോടെ ഇവരെ ഇടിക്കാതിരിക്കാൻ കാർ പെട്ടെന്ന് ബ്രേക്കിട്ടപ്പോൾ കാറിന് പുറകിൽ വന്ന മറ്റു വാഹനങ്ങൾ തുടരെ ഇടിക്കുകയായിരുന്നു. 5 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ 1 മണിക്കൂറോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗത കുരുക്ക് ഒഴിവാക്കിയത്. തൃശൂർ കണിമംഗലത്ത് പാഴ്സൽ ലോറി നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞു. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ കണിമംഗലം ദാസ് റീജൻസിക്ക് സമീപമായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയുന്നു. റോഡരികിലെ സംരക്ഷണ കവചം ഇടിച്ചാണ് 10 അടിയിലേറെ താഴ്ചയിലേക്ക് വാഹനം മറിഞ്ഞത്. അപകടത്തിൽ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. Discover a variety there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറലാ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. ഓൾ കേരള ലൈബ്രറിയൻസ് മീറ്റ് തൃശൂർ വിമല കോളേജിൽ നടന്നു. ലൈബ്രറി പ്ലാന്റ് കൺസൾട്ടന്റ് ഫാദർ ജോൺ നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. AKLM ചെയർമാൻ ഡോക്ടർ സ്റ്റാൻലി ജെയിംസ് അധ്യക്ഷത വഹിച്ചു. സംഗീത സംവിധായകൻ ജോയ് ചെറുവത്തൂർ സോവനീർ പ്രകാശനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ അനി ഡേവിഡ്, ലൈബ്രറിയൻ ജിസ്ന ജോസ്, ടിൻഡു ജോസ്, ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ പൂങ്കുന്നം നിവാസികൾക്ക് ദുരിതമായി കാനയിൽ നിന്നുള്ള മലിനജലം. പരിഹാരം കാണാതെ പരസ്പരം പഴിചാരിയും ഒഴിഞ്ഞുമാറിയും അധികൃതർ. പൂങ്കുന്നം കൃഷ്ണാലയൻ നിവാസികളാണ് 3-4 മാസമായി ദുരിതത്തിലായത്. നവീകരണ പ്രവൃത്തികൾ കഴിഞ്ഞ തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പൂങ്കുന്നത്ത് കാനകൾ സ്ലാബുകളിട്ടും ടൈൽ പാവുകയും ചെയ്തു. എന്നാൽ ഈ കാനയിൽ വെള്ളം നിറഞ്ഞ് സ്ലാബുകൾക്കിടയിലൂടെയും മറ്റും ഒലിച്ചിറങ്ങുകയാണ്. ഇതാണിപ്പോൾ പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. സമീപത്തെ ഫ്ളാറ്റുകളിൽ നിന്നടക്കം മലിനജലം ഒഴുക്കിവിടുന്നത് ഈ കാനകളിലേക്കാണ്. ഇതാണ് റെസിഡൻഷ്യൽ ഏരിയയിലേക്കടക്കം ഒഴുകിയിറങ്ങുന്നത്. ആ കനാല് ബ്ലോക്കായിട്ട് അതിൽ നിന്നും വരുന്ന വെള്ളമാണ് അത്. മഴ പെയ്ത് കഴിഞ്ഞാൽ അത് കൂടും. അത് നമ്മൾ അധികാരികളെ ഒരിക്കൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവർ വന്ന് നോക്കി. അവർ പറയുന്നത് ഇത് അവരുടെ PWD കീഴിൽ വരുന്ന എന്തോ ആണെന്നാണ് പറയുന്നത്. ഇതിൽ അവർക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് ഹെൽത്തിലത്തെ അവർ പോയി. ഞങ്ങൾ ഇമെയിലായിട്ടൊക്കെ മേയർക്കും സെക്രട്ടറിക്കും ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മറുപടി ഒന്നും ആർക്കും കിട്ടിയിട്ടില്ല. അവിടെ 2 ഫ്ലാറ്റുകളുണ്ട്. അതിൽ നിന്നുള്ള മലിനജലം ഇതിലേക്ക് ഒഴുക്കി വിടുന്നുണ്ട്. തൽക്കാലം പ്രതിവിധി ഒന്നും ആയിട്ടില്ല. ഇപ്പം നമ്മൾ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കണം. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ വേനൽ മഴയിൽ റോഡിനോട് ചേർന്നുള്ള കടയിലേക്കും ശക്തമായി മലിനജലം ഇരച്ചു കയറിയിരുന്നു. സന്ധ്യയ്ക്കുള്ള മഴയ്ക്ക് ഈ സൈഡിലൂടെ ഫുള്ളായിട്ട് വെള്ളം അകത്തേക്ക് വന്നു. ഉരുളക്കിഴങ്ങ് സബോളൊക്കെ നിലത്തിരിക്കുന്നുണ്ടായിരുന്നു, ഫുള്ളായിട്ട് നനഞ്ഞു.
അങ്ങനെ കുറച്ച് ആൾക്കാർ കടയിൽ വന്നവരും കൂടി സഹായിച്ചു മാറ്റി വെച്ചു. പേടിയാണിപ്പോൾ. കാരണം ഇനിയും ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ രാത്രി കട പൂട്ടി പോകുമ്പോൾ അറിയില്ലല്ലോ എന്തുണ്ടാവുക എന്നുള്ളത്. നടപടി വേണം. ഈ കാന വൃത്തിയാക്കിയാലാണ് വെള്ളം ഒഴുകി പോകുള്ളൂ. കൗൺസിലറോട് പറഞ്ഞു, ഹെൽത്ത് ഇൻസ്പെക്ടറോട് വന്ന് നോക്കി പോലും മാത്രമല്ല, ഒന്നും ചെയ്യണില്ല. പ്രശ്നപരിഹാരം തേടി കോർപ്പറേഷനെയും ആരോഗ്യ വിഭാഗത്തെയും പൊതുമരാമത്തിനെയും സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഞങ്ങൾ ചുരുങ്ങിയത് ഒരു 6 മാസക്കാലമായി പലയിടത്തും പോയി. കോർപ്പറേഷൻ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ഓരോരുത്തരും എവിടെ ചെന്നാലും പറയും, അത് അവരോട് പറയും ഇവരോട് പറയും എന്ന് പറയും. ഞങ്ങളങ്ങനെ നടക്കാന്നല്ല കൊണ്ട് കാര്യത്തിന് പ്രശ്നത്തിന് പരിഹാരം ഇതുവരെ നാളിതുവരെ വരുത്തിയിട്ടില്ല. അതേ കണ്ടമാനം ഒലിച്ചുകൊണ്ടിരിക്കുക. ആരോട് ഞങ്ങൾ പറയേണ്ടതെന്ന് അറിയില്ല. സ്മെല്ല് ചെയ്യാൻ പറ്റൂടെ? ഇത്രയും വൃത്തിയായിട്ട് സ്മെല്ല് സഹിച്ച് ജീവിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതിന് ആരെങ്കിലും പ്രതിവിധി ചെയ്യാൻ ഇതുവരെ ആരോട് എവിടെ പോകേണ്ടതെന്ന് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ആ നിലയ്ക്കായിട്ടുണ്ട് ഇപ്പോൾ. നേരത്തെ ഡെങ്കിപ്പനി അടക്കം റിപ്പോർട്ട് ചെയ്ത പ്രദേശമായതിനാൽ മലിനജലത്തിന്റെ ഒഴുക്ക് നിർബാധം തുടരുമ്പോൾ പകർച്ചവ്യാധി ഭീഷണിയിലുമാണ് പ്രദേശവാസികൾ. ഫ്ളാറ്റുകളിലും മറ്റുമായി നിരവധി കുടുംബങ്ങളാണ് പ്രദേശത്ത് താമസിക്കുന്നതും. വർഷക്കാലം എത്തും മുൻപെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ വിഷയത്തിൽ ഗൗരവമായി ഇടപെട്ട് കാനിയിലെ തടസ്സം നീക്കി മലിനജലം പുറത്തേക്കൊഴുകുന്നത് ഇല്ലാതാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. TCV തൃശൂർ. ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്ത് കടുപ്പശ്ശേരി സ്വദേശിയിൽ നിന്ന് 5,28,000 രൂപയും കല്ലേറ്റുംകര സ്വദേശിയിൽ നിന്ന് 11,80,933 രൂപയും തട്ടിയെടുത്ത കേസിലെ പ്രതിയെ മണ്ണുത്തിയിൽ നിന്നും തൃശൂർ റൂറൽ സൈബർ പോലീസ് പിടികൂടി. ചേലക്കര വെങ്ങാനല്ലൂർ വെങ്കിടേശ്വര നിലയം വീട്ടിൽ സൂര്യകൃഷ്ണയെയാണ് അറസ്റ്റ് ചെയ്തത്. വ്യാപാര മേഖലയെ തകർക്കുന്ന വാണിജ്യ ഗ്യാസിന്റെ വിലവർദ്ധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ജില്ലാ കമ്മിറ്റി അടുപ്പുകൂട്ടി സമരം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പോൾ അധ്യക്ഷത വഹിച്ചു. യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി നൈസൺ മാത്യു, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ജോയ് മൂത്തേടൻ, ജോഷി മാത്യു തേറാട്ടിൽ, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ആശാ വർക്കേഴ്സ് കോൺഗ്രസ് INTUC ജില്ലാ നേതൃസമ്മേളനം തൃശൂരിൽ നടന്നു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശകുന്തള സജീവ് അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN ശങ്കരനാരായണൻ, നേതാക്കളായ വിദ്യാ രമേശ്, വിജിനി ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. സാക്ഷി ബുക്ക് ഓഫ് റെക്കോർഡ്സ് സംഘടിപ്പിക്കുന്ന കേരള സോഷ്യൽ മീഡിയ ലിറ്ററസി ഫെസ്റ്റ് കേരള സാഹിത്യ അക്കാദമിയിൽ ആരംഭിച്ചു. തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യ വർമ്മ ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റ് ഡയറക്ടർ കൊല്ലം തുളസി അധ്യക്ഷത വഹിച്ചു. രഘു കല്ലറയ്ക്കൽ, അസ്നാബി, അബ്ദുൽ അസീസ്, ശശികല പണിക്കർ എന്നിവർ പങ്കെടുത്തു. 3 വേദികളിലായി 30 സെഷനുകളിലായാണ് ഫെസ്റ്റ് നടക്കുന്നത്. തിങ്കളാഴ്ച സമാപിക്കും. ജനറൽ ഇൻഷുറൻസ് റിട്ടയറീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. റിട്ടയേർഡ് SP PN ഉണ്ണിരാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജയകുമാരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി KT ജോഷി, ട്രഷറർ KG ജോസി, സംസ്ഥാന ചീഫ് രക്ഷാധികാരി ഡോക്ടർ CJ ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് തിരുവത്ര പുത്തൻകടപ്പുറത്ത് ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. ചീനിച്ചുവടിൽ താമസിക്കുന്ന തണ്ണിത്തുറയ്ക്കൽ അബൂബക്കറിന്റെ വീടിന് മുകളിലേക്കാണ് സമീപത്തെ കൂറ്റൻ പൂമരം വീണത്. വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയെ തുടർന്ന് കുന്നംകുളം ചെറുവത്താനിയിൽ പരക്കെ നാശം. ചെറുവത്താനി മനപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന തെങ്ങ് സമീപത്തെ വൈദ്യുത ലൈനിന് മുകളിലേക്ക് മറിഞ്ഞു വീണു. 6 വൈദ്യുതി തൂണുകൾ നിലംപൊത്തി. അപകട സമയത്ത് റോഡിലൂടെ പോയിരുന്ന 3 ബൈക്കുകൾക്ക് മുകളിലേക്കാണ് തെങ്ങും വൈദ്യുതി തൂണുകളും വീണത്. എന്നാൽ ബൈക്ക് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സംഭവമറിഞ്ഞ് കുന്നംകുളത്ത് നിന്നും അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തെങ്ങ് മുറിച്ചുമാറ്റി. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,965 രൂപ, പവന് 1,11,720 രൂപ.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ആരെന്ന സസ്പെൻസ് തുടരും. 2 ദിവസത്തിനകം തീരുമാനമുണ്ടാകുമെന്ന് ഹൈക്കമാൻഡ്. KSRTCയിൽ ജെൻഡർ ടിക്കറ്റിംഗ് സമ്പ്രദായത്തിന് തുടക്കമായി. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതിന് മുന്നോടിയായാണ് ജെൻഡർ ടിക്കറ്റിംഗ് ഏർപ്പെടുത്തിയത്. തൃക്കൂരിൽ യുവാവിനെ ഹെൽമറ്റ് ധരിച്ചെത്തിയ ആൾ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പുഴമ്പള്ളം സ്വദേശി ബിനസ് ഡേവിസിന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCBക്ക് ലഭിച്ചു. ഇരിഞ്ഞാലക്കുട വള്ളിവട്ടം യൂണിവേഴ്സൽ കോളേജിൽ ക്യുസാറ്റിന്റെ എൻട്രൻസ് പരീക്ഷ മുടങ്ങി. പരീക്ഷ മുടങ്ങിയത് സാങ്കേതിക തകരാർ മൂലം. പരീക്ഷ മുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ദിവസം പരീക്ഷാ തീയതി നൽകുമെന്ന് അധികൃതർ. ഗുരുവായൂർ അരിയന്നൂരിൽ വീട്ടിൽ നിന്ന് 10 പവൻ കവർന്നു. മോഷണം നടന്നത് ഡോക്ടർ അബൂബക്കർ മുഹമ്മദ് റാഫിയുടെ വീട്ടിൽ. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.